വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ കാലഘട്ടത്തിലെ അടുക്കളത്തോട്ടം എന്നത് മുൻകാലങ്ങളിൽ ഒരു വീടിനാവശ്യമായ എല്ലാ സാധനങ്ങളും തന്നെ കൃഷി ചെയ്തിരുന്നു. പഴയ ആചാരമനുസരിച്ച് സസ്യങ്ങൾ നട്ടു വളർത്തുക എന്നത് പഞ്ചയജ്ഞത്തിൽപ്പെടുന്ന ഒന്നാണ്. അത് ഭൂതയജ്ഞമായി പറയപ്പെടുന്നു. ചെടികൾ നട്ടുപിടിപ്പിച്ച് അവയ്ക്ക് വെള്ളവും വളവും നൽകി വളർത്തുന്നത് പഞ്ചയജ്ഞത്തിൽപ്പെടുന്ന ഭൂതയജ്ഞമാണ്. അത് കാരുണ്യ പ്രവർത്തനമാണ്. ചെടികൾ നട്ടുവളർത്തി വെള്ളവും വളവും നൽകി അതിൽ നിന്നും കിട്ടുന്ന ഫലങ്ങൾ ആസ്വദിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേയസ്കരമായ കാര്യമാണ്. പണ്ടുകാലത്ത് മിക്ക ഗ്രഹങ്ങളിലും മുറ്റത്തും പറമ്പിലുമായി ഒരുപാട് ചെടികൾ നട്ടിരുന്നു. ചീര, വെണ്ട, വഴുതന, മുളക്, പടവലം, പാവയ്ക്ക, വെള്ളരി, മത്തൻ, കോവയ്ക്ക, മരച്ചീനി, കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ, കൂവ, പയറ്, വാളഞ്ഞപ്പയർ, പപ്പായ, വാഴ തുടങ്ങി ഒരുപാട് നമുക്കാവശ്യമുള്ള എല്ലാം തന്നെ നാം കൃഷി ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമായ ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. അടുക്കളത്തോട്ടം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടുക്കളത്തോട്ടമുള്ളവർ ഇന്ന് വളരെ കുറവ് തന്നെയാണ്. അതുപോലെ വലിയ മരമായി വളരുന്ന ഒന്നാണ് മുരിങ്ങ. നട്ടു വളർത്താൻ ഏറ്റവും എളുപ്പവും വളരെ ഗുണമേറിയ ഒന്നാണ് മുരിങ്ങ. കറിവേപ്പ് നിർബന്ധമായും എല്ലാ വീടുകളിലും നട്ടു വളർത്തിയിരുന്നു. അതുപോലെ തന്നെ വീട്ടുവളപ്പിൽ പൂന്തോട്ടവും വെച്ച് പിടിപ്പിച്ചിരുന്നു. പിച്ചി, മുല്ല, റോസ, ചെമ്പകം, ചെമ്പരത്തി, ചീനിയ, ഡാലിയ തുടങ്ങി ഒരുപാട് ചെടികൾ നട്ടു വളർത്തിയിരുന്നു. കൂട്ടത്തിൽ മൈലാഞ്ചി ചെടിയും ഉണ്ടായിരുന്നു. മൈലാഞ്ചി ഇടാൻ ഇന്നത്തെ പോലെ പാക്കറ്റ് വാങ്ങേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് പെൺകുട്ടികൾക്ക് പൂ ചൂടുന്നതിന് വീട്ടുവളപ്പിൽ നിന്നും പറിച്ചെടുക്കുന്ന പൂക്കൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. പാചകം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പറിച്ചെടുക്കുന്ന ഫ്രഷായിട്ടുള്ള പച്ചക്കറി സാധനങ്ങളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ഗുണം ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ ഇന്ന് നാം ഉപയോഗിക്കുന്ന ഷാമ്പുവിന് ബദലായി നാം ചെമ്പരത്തി ഇല താളിയാക്കി ഉപയോഗിച്ചിരുന്നു. അതുപോലെ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ ഉണ്ടാക്കാനും ചെമ്പരത്തി ആവശ്യമായിരുന്നു. ഇത് മുടി വളരുന്നതിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ് ചെമ്പരത്തി. ഇന്ന് വിപണിയിൽ ചെമ്പരത്തി പലതരം വർണ്ണങ്ങളിലും വലുപ്പത്തിലുമെല്ലാം കിട്ടുന്നുണ്ടെങ്കിലും പഴയ കാലത്ത് 5 ഇതളുള്ള ആ ചെമ്പരത്തിയുടെ ഗുണം ഒന്നിനുമില്ല എന്നു തന്നെ പറയാം.